82 ഡിഗ്രി കിഴക്ക് രേഖാംശം കടന്നു പോകുന്നത് 5 പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം മിർസാപൂരാണ്. അലഹബാദിലുള്ള മിർസാപൂരാണ് ഈ രേഖാംശം കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം. അല്ലെങ്കിൽ ഇവിടെയാണ് ആ ക്ലോക്ക് ടവർ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക സമയ നിർണ്ണയത്തിന് വേണ്ടി നിർമ്മിച്ച ക്ലോക്ക് ടവർ സ്ഥാപിച്ചിട്ടുള്ളത് ഈ മിർസാപൂരിലാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ ഭൂപ്രകൃതി എന്നുള്ള ഒരു ക്വിക്ക് റിവിഷനായിട്ടാണ് വന്നേക്കുന്നത്. ഒരു 10-25 ചോദ്യങ്ങളുണ്ട്. ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള പല ലൈവുകളിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തെറ്റിക്കരുത്, എല്ലാവരും കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏത്? അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം, കൃത്യമായി കാണാതെ പഠിച്ചു വച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓപ്ഷൻസ് വായിച്ചെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ 8 ഡിഗ്രി 4 ഈസ്റ്റ് തൊട്ട് 37 ഡിഗ്രി 6 വെസ്റ്റ് വരെ. ഓപ്ഷൻ ബി 8 ഡിഗ്രി 4 സൗത്ത് തൊട്ട് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് തൊട്ട് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ മൂന്നാമത്തെ ഓപ്ഷൻ. ഓപ്ഷൻ ഡി 8 ഡിഗ്രി 4 സൗത്ത് തൊട്ട് 37 ഡിഗ്രി 6 മിനിറ്റ് സൗത്ത് വരെ. ഏതാണ് ആൻസർ? യെസ്, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായി അക്ഷാംശ സ്ഥാനം പഠിച്ചു വെക്കണം. ഇവിടെ എല്ലാവരും 8 ഡിഗ്രി 4 37 ഡിഗ്രി 6 മിനിറ്റ് കൊടുത്തേക്കുന്നത്. 4 ഓപ്ഷനകത്ത് 8 ഡിഗ്രി 4 ഉണ്ട്, 37 ഡിഗ്രി 6 ഉണ്ട്. അതിൽ കൃത്യമായിട്ട് നോർത്താണ് നമ്മുടെ ലെറ്റർ മാർക്ക് ചെയ്യേണ്ടതെന്ന് ഓർത്തോണം. ഡയറക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും നമ്മുടെ തെക്ക് വശത്തൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയും നമ്മുടെ വടക്ക് വശത്തൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയും രണ്ടും നമ്മൾ നോർത്ത് മാർക്ക് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് രേഖാംശ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുമല്ലോ. അപ്പോൾ ഏതാ പറയേണ്ടത്? 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെ എന്ന് അത് ഓർത്ത് വെക്കണം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖാംശ രേഖ ഏത്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖാംശ രേഖ ഏത്? ഇവിടെ ചാടിക്കയറി 23.5 ഡിഗ്രി നോർത്ത് എന്ന് എഴുതി വെക്കരുത്. ചോദ്യം രേഖാംശ രേഖ എന്നാ. 23.5 ഡിഗ്രി നോർത്ത് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ആൻസർ. അല്ല, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖാംശ രേഖ എന്ന് ചോദിക്കുമ്പോൾ ആൻസർ 82.5 ഡിഗ്രി കിഴക്കാണ്. ഇതിനെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ അല്ലെങ്കിൽ മാനക രേഖാംശം എന്നാണ് വിളിക്കുന്നത്. സ്റ്റാൻഡേർഡ് മെറീഡിയൻ അല്ലെങ്കിൽ മാനക രേഖാംശം എന്നാണ് വിളിക്കുന്നത് എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം കടന്നു പോകുന്നത് 5 പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം മിർസാപൂരാണ്. അലഹബാദിലുള്ള മിർസാപൂരാണ് ഈ രേഖാംശം കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം. അല്ലെങ്കിൽ ഇവിടെയാണ് ആ ക്ലോക്ക് ടവർ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക സമയ നിർണ്ണയത്തിന് വേണ്ടി നിർമ്മിച്ച ക്ലോക്ക് ടവർ സ്ഥാപിച്ചിട്ടുള്ളത് ഈ മിർസാപൂരിലാണ് കേട്ടോ. അപ്പോൾ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടാത്ത പർവ്വതനിര ഏത്? ഞാൻ കലാസ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയത്തിലെ മലനിരകൾ ഓർക്കാനായിട്ട് കലാസ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? കലാസ എന്ന കോഡ് ഓർമ്മയുണ്ടോ? കലാസ, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെ അല്ലേ? കിട്ടിയില്ല ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടാത്ത പർവ്വതനിര എന്ന് ചോദിക്കുമ്പോൾ ശിവാലിക്കാണ് പറയേണ്ടത്. കാരണം ശിവാലിക്ക് ഹിമാലയത്തിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. ഹീസി എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഹീസി ഓർമ്മയുണ്ടോ? ഹിമാദ്രി, ബി ഹിമാചൽ, സി ശിവാലിക്ക്. ഇവർ മൂന്നുപേരാണ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ട്രാൻസ് ഹിമാലയത്തിൽ ലാസ, കാരക്കോറം, ലഡാക്ക്, സസ്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റം എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റം എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? ഇന്ദിരാകോള്, ഇന്ദിരാ പോയിൻ്റ്, സിയാച്ചിൻ ഹിമാനി, ശ്രീനഗർ. ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റം എന്നറിയപ്പെടുന്ന ഭാഗം? ഇന്ത്യയുടെ വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക് വശങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇവിടെ ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റം എന്നറിയപ്പെടുന്നത് ഏതെന്നാണ് ചോദ്യം. കിട്ടിക്കാണുമല്ലോ. എയും ബിയും തമ്മിലാണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റം എന്നറിയപ്പെടുന്ന ഭാഗം ഇന്ദിരാ കോളാണ്, മറന്നു പോകരുത്. ഇന്ദിരാ പോയിൻ്റ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമാണ് കേട്ടോ. ഇന്ദിരാ പോയിൻ്റ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമാണ്. പടിഞ്ഞാറേറ്റം ഗുഹാർ മോത്തി എന്ന് ഓർക്കണം. പടിഞ്ഞാറേറ്റം, കിഴക്കേ അറ്റം കിബിത്തു എന്ന് ഓർക്കണം കേട്ടോ. പടിഞ്ഞാറേറ്റം ഗുഹാർ മോത്തി, കിഴക്കേ അറ്റം കിബിത്തു എന്നോർത്ത് വെക്കണം. ഗുഹാർ മോത്തി മറക്കരുത്. ഗുജറാത്തിൽ സർ ക്രീക്ക് പോയിൻ്റ് എന്നൊക്കെ പറയാറുണ്ട് ഈ സ്ഥലത്തെ. ഗുഹാർ മോത്തി, കിഴക്ക് വശം കിബിത്തു എന്നോർത്തോണം. കിബിത്തു. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പാമർകെട്ടിലേക്ക് കൂടിച്ചേരാത്ത പർവ്വതനിര ഏത്? പാമർകെട്ടിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് 5 പർവ്വതനിരകൾ കൂടിച്ചേരുന്നു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ 5 എണ്ണത്തിൽ ഒന്ന് ഇന്ത്യയിൽ നിന്നാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്ന കാരക്കോറം, അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഹിന്ദുക്കുഷ്, പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് സുലൈമാൻ, ചൈനയിൽ നിന്ന് 2 എണ്ണം ടിയാൻ ഷൻ, കുൻലുൻ തുടങ്ങിയ 2 പർവ്വതനിരകൾ,
പാമർകെട്ടിലേക്ക് കൂടിച്ചേരുന്നുണ്ട്. ഇതിൽ പാമർകെട്ടിലേക്ക് കൂടിച്ചേരാത്ത പർവ്വതനിരയാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ 5 പർവ്വതനിരകളുടെ പേര് ഇപ്പോൾ ഇവിടെ പറഞ്ഞ് അതിനകത്ത് ഉൾപ്പെടാത്തത് ആ 5 എണ്ണത്തിനകത്ത് വരാത്തത് ഈ ഒരു ഓപ്ഷനകത്തുണ്ട്. ഏതാണ് ഓപ്ഷൻ ഡി, ലഡാക്ക് അല്ലേ. ലഡാക്ക് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണെങ്കിലും പാമർകെട്ടിലേക്ക് കൂടിച്ചേരുന്നില്ല. ഈ പാമർകെട്ടിനെ എന്താണ് വിളിക്കുന്നത്? ലോകത്തിൻ്റെ മേൽക്കൂര. പാമർകെട്ട് എന്ന പ്രദേശം അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ്. പാമർകെട്ട് അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ്. ഓക്കെ ആണല്ലോ, പഠിച്ചതല്ലേ. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇവിടെയും 2 കൊടുമുടികൾ തമ്മിൽ വലിയ മത്സരം ഉണ്ടാവും. ഏത് ആൻസർ ചെയ്യണമെന്നൊരു ഡൗട്ട് നമ്മൾ അത്ര കാര്യമായിട്ട് ഇതിനെപ്പറ്റി പഠിച്ച് ഉറപ്പില്ലാത്തവർക്ക് സംശയം വരും. മൗണ്ട് K2 എഴുതണോ കാഞ്ചൻജംഗ എഴുതണോ എന്നൊരു സംശയം വരും. മൗണ്ട് എവറസ്റ്റ് എന്തായാലും ഇന്ത്യയിലല്ലെന്ന് എല്ലാവർക്കും അറിയാം, നേപ്പാളിലാണ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന ചോദ്യം വരുമ്പോൾ ആൻസർ എപ്പോഴും മൗണ്ട് K2 ആണ് പറയേണ്ടത്. മൗണ്ട് K2 പാക് അധിനിവേശ കാശ്മീർ എന്നറിയപ്പെടുന്ന POK ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് K2 കാരക്കോറം നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കാരക്കോറം നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പഠിച്ചു വെക്കുക. കാഞ്ചൻജംഗ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അത് സിക്കിമിലാണ്. പ്രദേശം ചോദിച്ചാൽ സിക്കിമാണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ചോദിക്കുന്നതെങ്കിൽ ഹിമാദ്രിയാണ് പഠിക്കേണ്ടത് കേട്ടോ, ഹിമാദ്രി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്, നേപ്പാളിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. അവിടെ സാഗർ മാത എന്നറിയപ്പെടുന്നു. നേപ്പാളിൽ സാഗർ മാത എന്നും ടിബറ്റിൽ ചോമോ ലങ്മ എന്നും അറിയപ്പെടുന്ന കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ് കേട്ടോ. ദയമർ എന്നറിയപ്പെടുന്ന ആരാണ്? ദയമർ എന്ന പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന കൊടുമുടി ഏതാണ്? നംഗപർവ്വതം എന്ന പാക് അധിനിവേശ കാശ്മീരിലുള്ള കൊടുമുടിയാണ് ദയമർ. പർവ്വതങ്ങളുടെ രാജാവ് എന്ന വിശേഷണം ഈ ഒരു കൊടുമുടിക്കുണ്ട്. അല്ലെങ്കിൽ ദയമർ എന്ന വാക്കിൻ്റെ അർത്ഥം പർവ്വതങ്ങളുടെ രാജാവ് എന്നാണ്. അടുത്ത ചോദ്യം, ഹിമാലയത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ ഫലകങ്ങൾ ഏതെല്ലാം? കഴിഞ്ഞ ലൈവിൽ ഞാനിത് പഠിപ്പിച്ചതാണ്. ഹിമാലയത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ ഫലകങ്ങൾ ഏതെല്ലാം? എന്തായാലും ഇന്ത്യൻ ഫലകമുണ്ട്. രണ്ടാമത് ഏതെന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതി. രണ്ടാമത് യുറേഷ്യൻ ഫലകമാണ്. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഈ 2 ഫലകങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന ടെത്തിസ് എന്ന കടലിൻ്റെ അടിത്തട്ടിലെ അവസാദങ്ങൾ മടങ്ങി ഉയർന്നാണ് ഹിമാലയം രൂപപ്പെട്ടത് എന്നുള്ള കാര്യത്തിനകത്ത് ആർക്കെങ്കിലും ഇനി സംശയമുണ്ടോ? ഇല്ല കേട്ടോ. ടെത്തിസ് എന്ന കടൽ അതിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നാണ്. ആ അടിത്തട്ടിലുള്ള കടലിൻ്റെ അടിത്തട്ടിലുള്ള അവസാദങ്ങൾ സെഡിമെൻറ്റ്സ് എല്ലാം കൂടെ മടങ്ങി ഉയർന്നിട്ടാണ് ഇന്ന് കാണുന്ന ഹിമാലയം രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഹിമാലയത്തിൻ്റെ പുറം ഭാഗത്തെല്ലാം കാണപ്പെടുന്നത് അവസാദ ശിലകളായിരിക്കും. ഹിമാലയത്തിൻ്റെ കോർ രൂപപ്പെട്ടിരിക്കുന്നത് ആഗ്നേയ ശിലകളായ ഗ്രാനൈറ്റ് കൊണ്ടാണ്. ഹിമാലയത്തിൽ കൂടുതലുള്ളത്, ഹിമാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന ശിലകൾ അല്ലെങ്കിൽ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിരയിലെ പ്രധാന ശിലകൾ അവസാദ ശിലകൾ തന്നെയാണ്. കാരണം അവസാദങ്ങൾ മടങ്ങി ഉയർന്നുണ്ടായെന്ന് പറഞ്ഞു. ആ കടലിൻ്റെ ഫ്ലോറിലുണ്ടായിരുന്ന, അതിൻ്റെ ടോപ്പ് ഫ്ലോറിലുണ്ടായിരുന്ന അവസാദങ്ങൾ മടങ്ങിയാണ് ഇത് രൂപപ്പെട്ടത്. പക്ഷേ കോറിൽ ഇപ്പോഴും എന്ത് തന്നെയാണ്? ഗ്രാനൈറ്റ് എന്നറിയപ്പെടുന്ന ആഗ്നേയശിലയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഹിമാലയത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ ഫലകങ്ങൾ ചോദിച്ചാൽ ഇന്ത്യൻ ഫലകവും അതേപോലെ യുറേഷ്യൻ ഫലകവുമാണ് എന്നുള്ള കാര്യം പഠിക്കുക. പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ഭാഗത്തേക്കുള്ള ഹിമാലയത്തിൻ്റെ വീതി എത്ര? പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ഭാഗത്തേക്കുള്ള ഹിമാലയത്തിൻ്റെ വീതി. ഇവിടെ നമുക്ക് നീളവുമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നീളമാണ് 2400 കിലോമീറ്റർ ആയിട്ട് പഠിക്കേണ്ടത്. ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ഭാഗത്തേക്കുള്ള വീതി. പടിഞ്ഞാറ് വീതി കൂടുതലാണ്, കിഴക്കോട്ട് പോകുന്നൊരു വീതി കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസർ ചെയ്ത് വരും യെസ്. പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ഭാഗത്തേക്കുള്ള ഹിമാലയത്തിൻ്റെ വീതി എന്ന് ചോദിച്ചാൽ 400 മുതൽ 150 ആണ്. 400 കിലോമീറ്റർ എവിടെ കാണപ്പെടുന്നു? ജമ്മു കാശ്മീരിൻ്റെ ഭാഗങ്ങളിൽ 400 കിലോമീറ്ററും കിഴക്ക് അരുണാചൽ പ്രദേശിൻ്റെ ഭാഗത്തേക്ക് 150 കിലോമീറ്ററുമാണ് എന്നുള്ള വസ്തുത മറന്നു പോരുത്. ജമ്മു കാശ്മീരിൻ്റെ ഭാഗത്ത് 400 കിലോമീറ്ററും കിഴക്ക് അരുണാചൽ പ്രദേശിൻ്റെ ഭാഗത്തേക്ക് അത് 150 കിലോമീറ്ററുമായി ചുരുങ്ങുന്നു എന്നുള്ള കാര്യം ഓർക്കുക. കാരണം കിഴക്കോട്ട് പോകും തോറും വീതി കുറഞ്ഞു വരുന്ന പർവ്വതനിരയാണ് ഹിമാലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാർജിലിംഗ് എന്ന സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഏത് പർവ്വതനിരയിലാണ്? ഡാർജിലിംഗ് എന്ന സുഖവാസ കേന്ദ്രം പശ്ചിമ ബംഗാളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഹിമാലയത്തിലെ ഒരു ഒരു സുഖവാസ കേന്ദ്രമാണ്. പശ്ചിമ ബംഗാളിലാണ് ഡാർജിലിംഗ് വരുന്നത്. സുഖവാസ കേന്ദ്രങ്ങൾ ഒരു 4 പാഠപുസ്തകത്തിൽ വളരെ എടുത്ത് പറയുന്നുണ്ട്. അതിൽ ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം, ഡാർജിലിംഗ് എന്ന സുഖവാസ കേന്ദ്രം പശ്ചിമ ബംഗാളിലാണ്. മറ്റ് 2-3 സുഖവാസ കേന്ദ്രങ്ങൾ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്ന് അടുത്തത് നൈനിറ്റാൾ, രണ്ടാമത്തത് നൈനിറ്റാൾ, മൂന്നാമത്തത് മസൂറി. നൈനിറ്റാളും മസൂറിയും ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രങ്ങളാണ്. ഉത്തരാഖണ്ഡിൽ. അടുത്തത് ഷിംല എന്ന സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഈ സുഖവാസ കേന്ദ്രങ്ങളെല്ലാം നമ്മളിപ്പോൾ പഠിച്ച ഈ ഡാർജിലിംഗും നൈനിറ്റാളും മസൂറിയും ഷിംലയും ഉൾപ്പെടുന്ന ഈ സുഖവാസ കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹിമാലയത്തിൽ 3 പർവ്വത നിരകൾ വരുന്നുണ്ട്: ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അതിനകത്ത് എവിടെ വരുന്നു എന്ന ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഹിമാചലാണ് കേട്ടോ. ഓപ്ഷൻ സി ഹിമാചലാണ് എന്ന് മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ചുരങ്ങളിൽ നിന്നൊരു ചോദ്യം.
4 പ്രധാനപ്പെട്ട ചുരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പാഠപുസ്തകത്തിൽ. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതെന്നാണ് ചോദ്യം. ലിപ്പു ലേക്ക്, ഷിപ്കില, സോജില, നാഥുല. നിങ്ങളുടെ പാഠപുസ്തകത്തിനകത്തുള്ള 4 ചുരങ്ങളും ഞാനിവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒന്നുപോലും കളഞ്ഞിട്ടില്ല. ഏതാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? അത് ലിപ്പു ലേക്ക് ചുരമാണ്. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെ ടിബറ്റിലേക്ക് ബന്ധിപ്പിക്കുന്നു, ഹിമാചൽ പ്രദേശിനെ ടിബറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. സോജില ചുരം ശ്രീനഗറിനെ കാർഗിലിലേക്ക് കണക്ട് ചെയ്യുന്നു, ശ്രീനഗറിനെ കാർഗിലിലേക്ക് കണക്ട് ചെയ്യുന്നു. ആര്? സോജില ചുരം. നാഥുല ചുരം സിക്കിമിനെ ടിബറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു, സിക്കിമിനെ ടിബറ്റിലേക്ക്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഉത്തരാഖണ്ഡിനെ ടിബറ്റിലേക്ക് ബന്ധിപ്പിക്കുന്ന ലിപ്പുലേക്ക്, ഹിമാചൽ പ്രദേശിനെ ടിബറ്റിലേക്ക് ബന്ധിപ്പിക്കുന്നത് ഷിപ്കില, ശ്രീനഗറിനെ കാർഗിലിലേക്ക് ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെ കാർഗിലിലേക്ക് ബന്ധിപ്പിക്കുന്നത് സോജില, സിക്കിമിനെ ടിബറ്റിലേക്ക് ബന്ധിപ്പിക്കുന്നത് നാഥുല. അടുത്ത വീണ്ടും ഹിമാലയത്തിലെ തന്നെ ഒരു പർവ്വത നിരയിൽ സംബന്ധിക്കുന്ന ചോദ്യമാണ്. ഹിമാലയത്തിലെ ഏത് പർവ്വത നിരയിൽ നിന്നാണ് ഗംഗ, യമുന തുടങ്ങിയ ഹിമാലയൻ നദികൾ ഉത്ഭവിക്കുന്നത്? ഇപ്പോൾ ഗംഗ, യമുന എന്ന് കാണുമ്പോൾ തന്നെ ഗംഗോത്രി എന്നും യമുനോത്രിയുമാണ് അതിൻ്റെ ഉത്ഭവമെന്ന് നമുക്ക് സംശയമില്ലാതെ ഓർത്തു വെക്കാവുന്ന ഒരു വസ്തുതയാണല്ലോ. ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് എന്ന സ്ഥലത്ത് നിന്ന് ഗംഗ ഉത്ഭവിക്കുന്നു എന്ന് ആരാണ് പഠിച്ചു വെക്കാത്തത്? അറിയാം. യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ വളരെ കൃത്യമായി വളരെ പണ്ട് കാലഘട്ടത്തിൽ പഠിച്ചു വെക്കുന്ന 2 പ്രധാനപ്പെട്ട വസ്തുതകളാണ്. ഈ ഹിമാനികളൊക്കെ ഏത് പർവ്വതത്തിന് മുകളിലാണ് എന്നാണ് ചോദ്യം. ഹിമാലയത്തിലാണ്. ഹിമാലയത്തിലെ ഏത് നിരയുടെ മുകളിലാണ്? ഹിമാദ്രിയിലാണോ, ഹിമാചലിലാണോ, ശിവാലിക്കിലാണോ എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിക്കാണുമല്ലോ. യെസ്, പഠിച്ചു വെച്ചോണം, ഹിമാദ്രി. കാഞ്ചൻജംഗ, എവറസ്റ്റ് പോലെയുള്ള ഉയരമുള്ള കൊടുമുടികളും ഗംഗോത്രി, യമുനോത്രി പോലെയുള്ള ഹിമാനികളും ഹിമാദ്രി നിരയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സിയാച്ചിൻ ഹിമാനി ഏത് പർവ്വത നിരയിലാണെന്ന്. അത് ഈ ഹിമാദ്രിയിലാണോ? അല്ല, സിയാച്ചിൻ ഹിമാനി മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന അതേ പർവ്വത നിരയിലാണ്, കാരക്കോറത്തിലാണ് സിയാച്ചിൻ ഹിമാനി. 3 ഹിമാനികളെ പറ്റി ഇപ്പോൾ നിങ്ങൾ പഠിച്ചു. ഗംഗോത്രി ഹിമാനി, യമുനോത്രി ഹിമാനി, ഹിമാദ്രി നിരയിൽ. ഗംഗോത്രി അതുപോലെ തന്നെ യമുനോത്രി ഇവ രണ്ടും, ഗംഗോത്രി യമുനോത്രി ഇവ രണ്ടും ഹിമാദ്രി നിരയിലും, സിയാച്ചിൻ ഹിമാനി കാരക്കോറം നിരകളിലുമാണ് എന്നുള്ള വസ്തുത മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ്. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ കരേവ മണ്ണിനം കാണപ്പെടുന്നത് ഏത് മേഖലയിലാണ്? ഹിമാലയത്തിലെ തന്നെ ഒരു പ്രത്യേക താഴ്വരയിലാണ് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കരേവ എന്ന മണ്ണ് കാണപ്പെടുന്നത്. ഇത് എവിടെ, ഏത് താഴ്വരയിലാണെന്നാണ് ചോദ്യം. കാശ്മീർ, ആസാം, ഗംഗ ഇവയൊന്നുമല്ല. കിട്ടിയ ആൻസർ യെസ്, കാശ്മീർ താഴ്വര. കരേവ എന്ന മണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? കരേവ എന്ന മണ്ണിൻ്റെ പ്രത്യേകത എക്കൽ മണ്ണും അതുപോലെ തന്നെ ഹിമാനികളുടെ ഹിമാനികൾ കൊണ്ടുവരുന്ന അവസാദങ്ങളും എല്ലാം കൂടെ കൂടിക്കലർന്ന് മിക്സപ്പായി രൂപപ്പെടുന്ന മണ്ണിനമാണ് കരേവ. ഈ കരേവ മണ്ണിനമാണ് ഇന്ത്യയിൽ കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനം. ഇത് കാണപ്പെടുന്നത് പീർപ്പാഞ്ചാൽ നിരകളിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന കാശ്മീർ താഴ്വരയിലാണ്. സഞ്ചാരികളുടെ പർദീസ എന്ന് ഈ കാശ്മീർ താഴ്വര അറിയപ്പെടുന്നു. സഞ്ചാരികളുടെ പർദീസ. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു താഴ്വരയാണ്. സഞ്ചാരികളുടെ പർദീസ കാശ്മീർ താഴ്വരയാണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദി അല്ലെങ്കിൽ ഏത് നദി എന്ന് ചോദിച്ചാൽ സിന്ധുവിൻ്റെ പോഷക നദിയായ ജലം നദിയാണ് കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്നത്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയായ ബിയാസ് നദിയാണ് കുളു താഴ്വരയിലൂടെ ഒഴുകുന്നത്. അടുത്ത ചോദ്യം, കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടാത്ത കുന്നുകൾ ഏത്? പത്കായ് ബും, നാഗ തിബ, ജയന്ത്യ കുന്നുകൾ, ലൂഷായ് കുന്നുകൾ. ഏതാണ് കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടാത്ത കുന്നുകൾ? കിഴക്കൻ മലനിരകളെയാണ് ഉത്തരപർവ്വത മേഖലയിലെ പൂർവാചൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. കിഴക്കൻ മലനിരകളെയാണ് പൂർവാചൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ നാഗ തിബയാണ്. നിങ്ങൾക്ക് സംശയം വരാം, നാഗ കുന്നുകൾ എന്നറിയപ്പെടുന്ന ഒരു പർവ്വത നിരയില്ലേ എന്ന് കിഴക്കൻ കുന്നുകളിൽ. ഓക്കെ, യെസ്, കിഴക്കൻ കുന്നുകളിൽ നാഗ കുന്നുകളുണ്ട്. നാഗാലാൻഡിൽ നാഗ കുന്നുകളുണ്ട്. പിന്നെ പത്കായ് ബുമുണ്ട്. കിഴക്കൻ കുന്നുകളിൽ പത്കായ് ബുമുണ്ട്. ഖാസിഗാരോ ജയന്ത്യ കുന്നുകളുണ്ട്. മീസോ കുന്നുകൾ എന്നറിയപ്പെടുന്ന ലൂഷായ് കുന്നുകളുണ്ട്. മീസോ. എന്നാൽ നാഗ കുന്നുകൾ നാഗ കുന്നുകളുമുണ്ട്. എന്നാൽ നാഗ തിബ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടാത്തതാണ്. നാഗ തിബ എന്നറിയപ്പെടുന്നത് ഹിമാലയത്തിലെ ഹിമാചൽ നിരയുടെ ഉത്തരാഖണ്ഡിലെ പ്രാദേശികമായ പേരാണ് നാഗതിബ. ഹിമാചൽ നിര ഉത്തരാഖണ്ഡിൽ അറിയപ്പെടുന്ന പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് നാഗതിബ. ഹിമാചൽ പ്രദേശിൽ അത് ദൗലധർ എന്നറിയപ്പെടുന്നു. കാശ്മീരിൽ പീർപ്പാഞ്ചാൽ എന്നറിയപ്പെടുന്നു. ഏതിന്? ഹിമാചൽ നിര. ഹിമാലയത്തിലെ ഹിമാദ്രി നിരയുടെ താഴെയുള്ള ഹിമാചൽ നിര
പ്രാദേശികമായി പലയിടത്ത് പല പേരിൽ അറിയപ്പെടുന്നു. അത് ഉത്തരാഖണ്ഡിൽ അറിയപ്പെടുന്ന പേരാണ് നാഗതിബ. ഇത് കിഴക്കൻ കുന്നുകളിലല്ല, ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ. ഹിമാചൽ പ്രദേശിൽ ധൗലധർ, കാശ്മീരിൽ പീർ പാഞ്ചാൽ. മറക്കരുത് മക്കളെ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിരയാണ് ആരവല്ലി? നമ്മൾ പീഠഭൂമികളിലേക്ക് പോവുകയാണ്. താഴെ പറയുന്നവയിൽ ഏത് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിരയാണ് ആരവല്ലി? ഡെക്കാൻ, ഛോട്ടാ നാഗ്പൂർ, മാൾവ, ഗുജറാത്ത്. ഏത് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിർത്തി? കിട്ടിയല്ലോ, മാൾവ പീഠഭൂമി. മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് വിന്ധ്യ പർവ്വത നിരയ്ക്കും ആരവല്ലി പർവ്വത നിരയ്ക്കും ഇടയിലാണ് മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. മറക്കരുത്, ചമ്പൽ നദി ഒഴുകുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. ഇന്ത്യയിൽ ബാഡ് ലാൻഡ്സ് കാണപ്പെടുന്ന പീഠഭൂമി, നിഷ്ബല ഭൂപ്രദേശങ്ങൾ കാണപ്പെടുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും ഡെക്കാൻ പീഠഭൂമി ആൻസർ ചെയ്യണം. സത്പുര നിരകൾക്കും പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. സത്പുര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഗോദാവരി. ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് ഗോദാവരി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് ട്രയാങ്കിൾ, ത്രികോണാകൃതി. ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനം സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണ്, റിഗർ മണ്ണെന്നും ചെർണോസം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ കറുത്ത മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമി എന്ത് തരം പീഠഭൂമിയാണെന്ന് ചോദിക്കാറുണ്ട്. ലാവ പീഠഭൂമി. ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും വലിയ ലാവാ പീഠഭൂമി എന്ന് ചോദിച്ചാലും അത് ഏത് തന്നെയാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഓക്കെ ആണല്ലോ, ശരി. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത്? ഇപ്പോൾ വലുത് ഏതാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളായിരുന്നു. ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്. ലഡാക്ക്, കാശ്മീർ, ടിബറ്റന്, ഡെക്കാൻ. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി? കിട്ടിക്കാണുമല്ലോ ആൻസർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്കാണ്. കാരക്കോറം, സസ്കർ നിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ലഡാക്ക് എന്നറിയപ്പെടുന്ന മലനിരകളോട് ചുറ്റുമായി കാണപ്പെടുന്ന അല്ലെങ്കിൽ ലഡാക്ക് എന്നറിയപ്പെടുന്ന ആ ഒരു കേന്ദ്രഭരണ പ്രദേശം, അവിടെ ഒരു വലിയ പീഠഭൂമിയുണ്ട്. ആ പീഠഭൂമിയുടെ പേരാണ് ലഡാക്ക് പീഠഭൂമി. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി എന്നുള്ള കാര്യം ഓർക്കുക. പശ്ചിമ തീരപ്രദേശം വ്യാപിച്ചിരിക്കുന്നത് എവിടെ മുതൽ എവിടം വരെ എന്ന് കണ്ടെത്തുക. തീരദേശങ്ങളിൽ നിന്നൊരു ചോദ്യം. പശ്ചിമ തീരപ്രദേശം വ്യാപിച്ചിരിക്കുന്നത് എവിടെ മുതൽ എവിടെ വരെ എന്ന് കണ്ടെത്തുക. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ ഗുജറാത്ത് മുതൽ കർണാടക വരെ. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ റാൻ ഓഫ് കച്ച് മുതൽ നീലഗിരി വരെ. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. അറബിക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സുന്ദർബൻസ് മുതൽ നീലഗിരി വരെ. ആൻസർ കിട്ടിയല്ലോ, യെസ്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലുള്ള തീരദേശമാണ് പടിഞ്ഞാറൻ തീരദേശം. മലബാർ തീരമെന്നും കൊങ്കൺ തീരമെന്നും ഗുജറാത്ത് തീരമെന്നും പടിഞ്ഞാറൻ തീരത്തെ വീണ്ടും മൂന്നായി തരംതിരിച്ച് പഠിക്കുന്നു. ഏതൊക്കെയാണ്? മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം. അപ്പോൾ അത് തെറ്റരുത്. ഡെൽറ്റകൾ കൂടുതലായി കാണപ്പെടുന്ന തീരം ഏത് എന്ന് അടുത്ത ചോദ്യം. പടിഞ്ഞാറൻ തീരം, കിഴക്കൻ തീരം, മലബാർ തീരം, കർണാടക തീരം. ഓൾറെഡി ആൻസർ അതിനകത്തുണ്ട്. ഡെൽറ്റകൾ കൂടുതലായി കാണപ്പെടുന്ന തീരം കിഴക്കൻ തീരമാണ്. സുന്ദർബൻസ് ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന തീരമാണ് കിഴക്കൻ തീരം. സുന്ദർബൻസ് ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന തീരദേശം. രണ്ടായി തരംതിരിക്കുന്നു ഇതിനെ, അല്ലേ? കോറമണ്ടൽ തീരമെന്നും വടക്കൻ സിർക്കാർസ് എന്നും രണ്ടായി വേർതിരിക്കുന്നു. ആരെ? കിഴക്കൻ തീരപ്രദേശത്തെ. കോറമണ്ടൽ തീരമെന്നും വടക്കൻ സിർക്കാർസ് എന്നും രണ്ടായി തരംതിരിക്കുന്നു. കോറമണ്ടൽ തീരം ഏതിൻ്റെയൊക്കെ? തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരവും കൂടി ഉൾപ്പെടുന്ന തീരമാണ് കോറമണ്ടൽ തീരം. ആന്ധ്രയുടെ വടക്ക് മുതൽ ഒഡീഷയുടെയും പശ്ചിമ ബംഗാളിൻ്റെയും തീരപ്രദേശം കൂടെ ചേരുന്നതാണ് വടക്കൻ സിർക്കാർസ്. ഓക്കെ ആണല്ലോ. ഇതാണ് കൂടുതൽ ഡെൽറ്റകൾ കാണപ്പെടുന്ന തീരം. അതായത് ഗംഗ അതേപോലെ തന്നെ ബ്രഹ്മപുത്ര നദികൾ ഒന്നിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നുണ്ട്. അവിടെ മുതൽ സുന്ദർബൻസ് ഡെൽറ്റ ആരംഭിക്കുന്നു. പിന്നീട് ഗോദാവരി ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നത് അത് കിഴക്കൻ തീരത്താണ് വന്ന് പതിക്കുന്നത്. കിഴക്കൻ തീരത്ത് കടന്നു പോകുന്ന നദിയാണ്. കൃഷ്ണ നദിയും കാവേരി നദിയും എല്ലാം കിഴക്കൻ തീരത്തേക്ക്, കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകി പോകുന്ന നദികളായതിനാൽ കിഴക്കൻ തീരത്ത് കൂടുതൽ ഡെൽറ്റകൾ കാണപ്പെടുന്നു. കിഴക്കൻ തീരം കുറച്ചും കൂടി വിസ്തൃതമാണ്, വീതി കൂടിയ തീരമാണ്. വീതി കൂടിയ തീരമാണ് കിഴക്കൻ തീരം. വീതി കൂടിയ തീരം
ചോദിച്ചാൽ ഏതാണ്? ഡെൽറ്റകൾ കാണപ്പെടുന്ന തീരം ചോദിച്ചാൽ ഏതാണ്? കിഴക്കൻ തീരമാണ്. വീതി കുറഞ്ഞ തീരം, അഴിമുഖങ്ങൾ കാണപ്പെടുന്ന തീരം, ബാക്ക് വാട്ടേഴ്സ് അല്ലെങ്കിൽ കായലുകൾ കാണപ്പെടുന്ന തീരം ചോദിച്ചാൽ അത് പടിഞ്ഞാറൻ തീരമാണ്. വീതി കുറഞ്ഞ തീരം, അഴിമുഖങ്ങൾ, എസ്റ്ററീസ് കാണപ്പെടുന്ന തീരം, അതുപോലെ കായലുകൾ കാണപ്പെടുന്ന തീരം ഏതാണ്? പടിഞ്ഞാറൻ തീരമാണ്. അപ്പോൾ ഡെൽറ്റകൾ കൂടുതലായി കാണപ്പെടുന്നത് പഠിച്ചു. നെക്സ്റ്റ്, വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന തീരപ്രദേശം ഏത്? വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം. 2 തരം മൺസൂൺ ഇന്ത്യയിൽ അനുഭവപ്പെടാറുണ്ട്. ഒന്ന്, ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ ഇന്ത്യയിലേക്ക് വീശുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യയിലേക്ക് എത്തുന്ന വടക്ക് കിഴക്കൻ മൺസൂണും. ഇങ്ങനെ 2 മൺസൂണാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അത് കൂടുതൽ മഴ നൽകുന്നത് പടിഞ്ഞാറൻ തീരത്താണ്. കണ്ടോ, അത് പടിഞ്ഞാറൻ തീരത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ വടക്ക് കിഴക്കൻ മൺസൂൺ കൂടുതൽ മഴ നൽകുന്നത് കിഴക്കൻ തീരത്താണ്. നോക്കിക്കേ, അത് കിഴക്കൻ തീരത്തു കൂടിയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് കിഴക്കൻ തീരത്ത് കൂടുതൽ മഴ കിട്ടും. ആദ്യത്തെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് പടിഞ്ഞാറൻ തീരത്ത് കൂടുതൽ മഴ കിട്ടും. ക്ലിയർ അല്ലേ? 2 മൺസൂണും ഏത് തീരത്തിൽ കൂടുതൽ മഴ നൽകുന്നു എന്നുള്ളത് ഈ 2 ചിത്രത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചോണം. ഓക്കെ, അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഈ ഒന്നാമത്തെ മൺസൂണിനെ നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് വിളിക്കുന്നു. ഇത് കേരളത്തിൽ ഇടവപ്പാതി എന്നും കാലവർഷം എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂണാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അത് തുലാ മഴക്കാലം എന്നറിയപ്പെടുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ സമയത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് കിഴക്കൻ തീരത്താണ്. പ്രത്യേകിച്ച് കിഴക്കൻ തീരത്തിൻ്റെ തെക്ക് ഭാഗമായ കോറമണ്ടൽ തീരത്ത്. അതിൽ തന്നെ ഏറ്റവും പ്രത്യേകമായി തമിഴ്നാട് എന്ന സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിക്കുന്നു. ഓക്കെ ആണല്ലോ? ആൻസർ കിട്ടിയില്ലേ? കിഴക്കൻ തീരം. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതൽ അനുഭവപ്പെടുന്നത് കിഴക്കൻ തീരത്താണ് എന്ന കാര്യം ഓർക്കുക. കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിലായി കാണപ്പെടുന്ന തടാകം ഏത്? കൃഷ്ണ, കൊല്ലേരു, ചിൽക്ക, പുലിക്കട്ട്. ഏതാണ് കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന തടാകം? കിട്ടിയല്ലോ ആൻസർ. കൊല്ലേരുവാണ്. ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലേരു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഇന്ത്യയിലെ വൂളാർ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുള്ള വലിയ ശുദ്ധജല തടാകമാണ് കൊല്ലേരു. ഇത് കൃഷ്ണ നദിയുടെയും ഗോദാവരി നദിയുടെയും ഡെൽറ്റ ഭാഗങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം തൊട്ട് താഴെ കിടപ്പുണ്ട്. ചിൽക്കയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ ലവണ തടാകം എന്ന് ചോദിച്ചാലും ഏതാണ്? ചിൽക്കയാണ്. അതൊരു ശുദ്ധജല തടാകമായിട്ട് കരുതാൻ പറ്റത്തില്ല. പുലിക്കെട്ട് തടാകം തൊട്ട് താഴെ കിടപ്പുണ്ട്. ശ്രീഹരിക്കോട്ട ദ്വീപ് ഈ പുലിക്കെട്ട് തടാകത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. പുലിക്കെട്ട് തടാകം തമിഴ്നാടിൻ്റെയും ആന്ധ്രയുടെയും ബോർഡറിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന 2 സംസ്ഥാനങ്ങളുടെയും അതിർത്തികളിലായി വ്യാപിച്ച് കിടക്കുന്ന തടാകമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത്? അടുത്ത ചോദ്യം. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് കവരത്തി, ആന്ത്രോത്ത്, മിനിക്കോയ്, കൽപ്പേനി. ഏതാണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് എന്നറിയപ്പെടുന്നത്? ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ ആന്ത്രോത്താണ്, മറക്കണ്ട. ഇനി +1 പുസ്തകത്തിനകത്ത് അത് മിനിക്കോയ് എന്ന് കിടപ്പുണ്ട്. തെറ്റാണ്. മിനിക്കോയ് ലക്ഷദ്വീപിലെ 2ാമത്തെ വലിയ ദ്വീപാണ്. ഒന്നാമത്തത് എപ്പോഴും ആന്ത്രോത്ത് തന്നെയാണ്. ഇത് 2ഉം ഓപ്ഷൻ വന്നാൽ നിങ്ങൾ ആന്ത്രോത്ത് എഴുതിയാൽ മതി. കൽപ്പേനി, നമ്മുടെ കൽപ്പേനിയല്ല, മിനിക്കോയ് ലക്ഷദ്വീപിലെ 2ാമത്തെ വലിയ ദ്വീപും ലക്ഷദ്വീപിലെ ഏറ്റവും തെക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന ദ്വീപുമാണ് മിനിക്കോയ്. കേട്ടോ, ലക്ഷദ്വീപിലെ ഏറ്റവും തെക്ക് വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മിനിക്കോയ്. കവരത്തി ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമാണ് എന്നുള്ള കാര്യം ഓർക്കുക. കേട്ടോ, കവരത്തി ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ മിനിക്കോയ് ദ്വീപ് ഉൾപ്പെടെ ലക്ഷദ്വീപിൽ 36 ദ്വീപുകളുണ്ട്. ഈ മിനിക്കോയ് ദ്വീപ് ഏറ്റവും തെക്ക് വശത്താണ്. മിനിക്കോയ് ദ്വീപിനെയും ലക്ഷദ്വീപിലുള്ള മറ്റെല്ലാ ദ്വീപുകളെയും, അതായത് 35 ദ്വീപുകളെയും വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനലാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തോണം. 9 ഡിഗ്രി ചാനലാണ് എന്നുള്ള കാര്യം ഓർത്തോണം. 9 ഡിഗ്രി ചാനൽ. ഇനി ഈ മിനിക്കോയ്ക്ക് താഴെയായിട്ട് മാലിദ്വീപ് എന്നറിയപ്പെടുന്ന നമ്മുടെ അയൽ രാജ്യമുണ്ട്, അയൽ ദ്വീപരാഷ്ട്രമുണ്ട്. ഇവരെ തമ്മിൽ വേർതിരിക്കുന്നത്, മിനിക്കോയ് ദ്വീപിനെയും ഈ മാലിദ്വീപിനെ തമ്മിൽ വേർതിരിക്കുന്നതാണ് 8 ഡിഗ്രി ചാനൽ. മറ്റേത് മുകളിലുള്ളത് 9 ഡിഗ്രി ചാനൽ. മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപിലെ മറ്റെല്ലാ ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്ന 9 ഡിഗ്രിയും. ലക്ഷദ്വീപ് അവസാനിക്കുന്നത് ഈ മിനിക്കോയിലാണല്ലോ. അതുകൊണ്ട് ലക്ഷദ്വീപിനെ മൊത്തത്തിൽ എന്ന് ചോദിച്ചാലും മിനിക്കോയ് ദ്വീപിനെ മാലി ദ്വീപിൽ നിന്ന് വേർതിരിക്കുന്നത് എന്ന് ചോദിച്ചാലും ഏതാണ്? അത് 8 ഡിഗ്രി ചാനലാണ് എന്നുള്ള കാര്യം ഓർക്കുക. ചെറിയ ദ്വീപ് ചോദിക്കുകയാണെങ്കിൽ ലക്ഷദ്വീപിലെ ബിത്രയാണ് ചെറിയ ദ്വീപ് എന്നുള്ള കാര്യം കൂടെ മറന്നു പോകരുത്. ആൻഡമാൻ നിക്കോബാർ സമൂഹങ്ങളിലെ ദ്വീപ സമൂഹങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? സാഡിൽ, ഡൈവോളോ, കോയോബ്, തുള്ളിയർ. ഏതാണ് ആൻഡമാൻ നിക്കോബാർ സമൂഹങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? കിട്ടില്ല ആൻസർ. ഇതിനകത്ത് ഒരു തെറ്റും ഉണ്ടാവരുത്. മൗണ്ട് സാഡിലാണ് ആൻഡമാൻ നിക്കോബാർ സമൂഹങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നുള്ള കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വത ദ്വീപ് ഏത്? ഇത് വീണ്ടും പഠിപ്പിക്കുന്നത് സ്ഥിരമായിട്ട് പരീക്ഷകൾ വരുന്നത് കൊണ്ടാണ്. വീണ്ടും PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം.
ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വത ദ്വീപ് ഏത്? ബാരൻ, നർക്കോണ്ടം, സെന്റിനൽ ഇവയൊന്നുമല്ല. ഏതാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വത ദ്വീപ്? കിട്ടിയല്ല ആൻസർ. ബാരൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഏക സജീവ അഗ്നിപർവ്വത ദ്വീപ് എന്നറിയപ്പെടുന്നത്. ബാരൻ ആണ്. നർക്കോണ്ടം ആൻഡമാൻ നിക്കോബാറിലെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഏക നിർജീവ അഗ്നിപർവ്വത ദ്വീപാണ്. സെന്റിനൽ അറിയാമല്ലോ. നോർത്ത് സെന്റിനൽ, അല്ലെങ്കിൽ അത് 2 ദ്വീപുകളുണ്ട്, നോർത്ത് സെന്റിനൽ, സൗത്ത് സെന്റിനലും ഉണ്ട്. ഈ സെന്റിനൽ ദ്വീപുകൾ അത്യാവശ്യം ആൻഡമാൻ നിക്കോബാറിലെ തന്നെ ആളുകൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുള്ള ഒരു ദ്വീപാണ് ഈ പ്രത്യേകിച്ച് ഈ നോർത്ത് സെന്റിനൽ ദ്വീപൊക്കെ. അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകളെ കടത്തി വിടാറില്ല. കാരണം ആ ദ്വീപ നിവാസികൾ ഇന്ത്യയിലെ ഏറ്റവും പുരാതന കാലഘട്ടങ്ങളിൽ തൊട്ട് ജീവിച്ചു വന്നവരാണ്. ദാറ്റ് മീൻസ് അവരുടെ തലമുറകൾ, മുൻ തലമുറകളൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഈ ദ്വീപിൽ അധിവസിക്കുന്നവരാണ്. ഏറ്റവും പുരാതന ഗോത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗമാണ് സെന്റിനൽ. സാധാരണ പുറമേ നിന്നുള്ള ആളുകളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് സെന്റിനൽ ഗോത്ര വിഭാഗം. ഇങ്ങോട്ട് പല വിധത്തിലുള്ള ഗ്രൂപ്പുകളെ, പ്രത്യേകിച്ച് നരവംശ ശാസ്ത്രജ്ഞൻ്റെ ഗ്രൂപ്പുകൾ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ആരുമായിട്ട് യാതൊരുവിധ സമ്പർക്കവും ഇവർ ഇന്നും പുലർത്തുന്നില്ല. വളരെ കുറച്ച് ആളുകളെ അവിടെ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന ഒരു സെഗ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ. ഏകദേശം 10-20 ചോദ്യങ്ങൾക്കടുത്ത് നമ്മൾ നോക്കിയിട്ടുണ്ട്. 25ഓളം ചോദ്യങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രണ്ണം ശരിയാക്കാൻ പറ്റിയെന്ന് ഒന്ന് നിങ്ങൾ നോക്കുക, ചെക്ക് ചെയ്യുക. ഭൂപ്രകൃതിയിൽ നിന്ന് ചോദിക്കാവുന്ന മാക്സിമം ചോദ്യങ്ങൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഹിമാലയത്തിലെ മലനിരകൾ, പീഠഭൂമികൾ, അതേപോലെ തന്നെ ദ്വീപുകൾ, തീരദേശങ്ങൾ, ഹിമാലയത്തിൽ തന്നെ ചുരങ്ങൾ, ഹിമാലയത്തിൽ തന്നെ വരുന്ന താഴ്വരകൾ, എല്ലാം സുഖവാസ കേന്ദ്രങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സെഷനാണ് ചെയ്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തീർന്നെങ്കിലും കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കുറേ നമ്മുടെ ചോദ്യങ്ങളോട് അനുബന്ധമായിട്ട് വരാവുന്ന കുറേ ചോദ്യങ്ങൾ ഞാൻ ഓരോ ചോദ്യത്തെയും ബേസ് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. സോ നിങ്ങളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഈ ഒരു ചോദ്യങ്ങളോട് ഒന്നുകൂടെ പോവുക. എന്തെങ്കിലും സംശയം വരുന്ന ഭാഗങ്ങൾ വീണ്ടും കാണുക. കമൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. അതിന് റിപ്ലൈ തരാൻ ഓൾമോസ്റ്റ് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് സമയമാണ് എക്സാമിനുള്ളത്. കൂടുതൽ റിവിഷനിലേക്ക് ഇനി മാറ്റി വെക്കുക. വീണ്ടും പുതിയ ഭാഗങ്ങൾ പഠിച്ചെടുക്കാതെ കൂടുതൽ സമയം റിവിഷനിലേക്ക് നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഇനി മാറ്റിയെടുക്കുക. റിവിഷനാണ് ഇനിയുള്ള സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് തപ്പിയെടുത്ത് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ അതെല്ലാം തപ്പിയെടുത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു സമയത്ത് ശ്രമിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ ഇനിയുള്ള സമയത്തെ ഒരു സ്മാർട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുകയാണ്. എക്സാമിൽ നല്ല മാർക്ക് ലഭിച്ച് റാങ്ക് ലിസ്റ്റിൽ ആദ്യ ഒരു പേരുകളിൽ നിങ്ങളുടെ പേര് വരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളെല്ലാം റാങ്ക് ലഭിച്ച പിന്നീട് ആ ഒരു വിജയത്തിൻ്റെ മാധുര്യം ആഘോഷിക്കുന്ന വേളയിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് എൻട്രിയിൽ മീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. അന്ന് നമുക്ക് നേരിൽ കാണാം, സംസാരിക്കാം. താങ്ക് യു.